PM ശ്രീ പദ്ധതി നടപ്പിലാക്കുവാനുള്ള തീരുമാനത്തിൽ നിന്നും കേരള ഗവൺമെന്റ് പിന്തിരിയണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് CPI മുണ്ടക്കയം മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പ്രതിഷേധ പ്രകടനവും യോഗവും നടത്തി. രാജ്യത്തിന്റെ മതേതരത്വവും ഫെഡറൽ ചട്ടക്കൂടും തകർക്കുന്നതാണ് ഈ പദ്ധതിയെന്ന് യോഗം കുറ്റപ്പെടുത്തി. പദ്ധതി നടപ്പിലാക്കുന്നതോടെ രാജ്യത്തിന്റെ സാംസ്കാരിക തനിമയും നാനാത്വത്തിൽ ഏകത്വവും ബലികഴിപ്പിക്കുമെന്നും ചരിത്രവും ശാസ്ത്രവും ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുവാനുള്ള സിലബസ് നിലവിൽ വരുമെന്നും നേതാക്കൾ ആരോപിച്ചു. സംസ്ഥാന സർക്കാർ ഈ പദ്ധതി അടിയന്തരമായി ഉപേക്ഷിക്കണമെന്നും CPI ആവശ്യപ്പെട്ടു. മുണ്ടക്കയം ടൗൺ ചുറ്റി നടന്ന പ്രതിഷേധ പ്രകടനത്തിന് ശേഷം മുണ്ടക്കയം വില്ലേജ് ഓഫീസിന് മുന്നിൽ പ്രതിഷേധ സമ്മേളനം നടന്നു. സമ്മേളനത്തിന്റെ ഉദ്ഘാടനം CPI മുണ്ടക്കയം മണ്ഡലം സെക്രട്ടറി VJ കുര്യാക്കോസ് നിർവഹിച്ചു. കഴിഞ്ഞ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ കാലത്ത് ഈ പദ്ധതി നടപ്പിലാക്കുന്നതിന്റെ പ്രാരംഭ ആലോചനകൾ വന്നപ്പോൾ മുതൽ ഈ പദ്ധതി ഇന്ത്യയുടെ അടിസ്ഥാന പ്രമാണങ്ങളായ ഫെഡറൽ തത്വങ്ങൾക്കും മതേതരത്വത്തിനും എതിരായതുകൊണ്ട് അത് ഉപേക്ഷിക്കണമെന്നാവശ്യപ്പെട്ട് അചഞ്ചലമായ നിലപാടെടുത്ത പ്രസ്ഥാനമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ. CPIക്ക് അഭിമാനമുണ്ട്. ഈ പദ്ധതി വിഭാവനം ചെയ്യുന്ന പാഠ്യപദ്ധതി ഈ രാജ്യത്ത് നടപ്പിലാക്കിയാൽ അത് നമ്മുടെ രാജ്യം ഇന്ന് വരെ പിന്തുടർന്നു വരുന്ന എല്ലാ അടിസ്ഥാന തത്വങ്ങളെയും ബലികഴിച്ച് ഭാരതത്തെ കാവ്യവൽക്കരിക്കാനുള്ള RSS അജണ്ടയ്ക്ക് കൂട്ടുനിൽക്കുന്നതിന് തുല്യമാകും. സിലബസിലാകെ മാറ്റം. നമ്മൾ പഠിച്ച പുസ്തകങ്ങൾ, ചരിത്ര പുസ്തകങ്ങൾ, ശാസ്ത്ര പുസ്തകങ്ങളെല്ലാം മാറാൻ പോവുകയാണ്. ജില്ലാ കൗൺസിൽ അംഗം KT പ്രമോദ് അധ്യക്ഷത വഹിച്ചു. സുവേഷ് സുധാകരൻ, സിന്ധു മുരളീധരൻ, KB രാജൻ, T പ്രസാദ്, കിരൺ രാജൻ തുടങ്ങിയവർ യോഗത്തിൽ അഭിസംബോധന ചെയ്ത് സംസാരിച്ചു. VP സുഗതൻ സ്വാഗതവും സുലോചന സുരേഷ് കൃതജ്ഞതയും രേഖപ്പെടുത്തി. KC കുമാരൻ, VN വിനോദ്, TR രാജേഷ്, TP റഷീദ, മേഘ സുരേഷ് തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി. ഫെസ്റ്റ് ന്യൂസ് മുണ്ടക്കയം.